ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് റിഫ്രാക്ടറി മെറ്റീരിയൽസ്, കാർബൈഡ്സ് ആൻഡ് ബൊറൈഡ്സ്. അപ്പോൾ സാധാരണ റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, എന്താണ് റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാർബൈഡ്സും ബൊറൈഡ്സും റിഫ്രാക്ടറി ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു റിഫ്രാക്ടറി മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റീരിയലാണ്. അത് ഹീറ്റിൻ്റെ വഴിയുള്ള ഡീകമ്പോസിഷന് വളരെയധികം റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹീറ്റ് വഴി അതിനെ ഡീകമ്പോസ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡീകമ്പോസിഷൻ ബൈ ഹീറ്റ്, അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്താലും അതിനെ ഡീകമ്പോസ് ചെയ്യിക്കാൻ പറ്റില്ല, ഓർ കെമിക്കൽ അറ്റാക്ക്. ആൻഡ് ദിസ് റിഫ്രാക്ടറി മെറ്റീരിയൽ വിൽ റീറ്റെയിൻ ഇറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ഹയർ ടെമ്പറേച്ചേഴ്സിൽ ഫോം ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും ഈ റിഫ്രാക്ടറി മെറ്റീരിയലെ. അതൊരിക്കലും ഹീറ്റ് കൊണ്ടോ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്ക് കൊണ്ടോ ഒന്നും ഡീകമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, ഈ റിഫ്രാക്ടറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പോളി ക്രിസ്റ്റലൈൻ ആയിരിക്കാം, ചിലപ്പോൾ പോളി ഫേസ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിരിക്കാം, നോൺ മെറ്റാലിക് ആയിരിക്കാം, പോറസ് ആയിരിക്കാം, ഹെട്രോജീനസ് ആയിരിക്കാം. ഇതിൽ മെയിനായിട്ട് കമ്പോസ് ചെയ്യുന്നത് ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഓക്സൈഡ്സ് അല്ലെങ്കിൽ നോൺ ഓക്സൈഡ്സ് ലൈക്ക് കാർബൈഡ്സ്, നൈട്രൈഡ്സ് ഒക്കെയാണ്. അപ്പോൾ കാർബൈഡ്സും നൈട്രൈഡ്സും ഒക്കെ സിലിക്കണിൻ്റെ ഉണ്ടായിരിക്കാം. സിലിക്കൺ കാർബൈഡ്, സിലിക്കൺ നൈട്രൈഡ്, അതുപോലെ അലൂമിനിയത്തിൻ്റെ, അതുപോലെ മെഗ്നീഷ്യം, ദെൻ കാൽഷ്യം, സിർക്കോണിയം, അതിൻ്റെയൊക്കെ ഓക്സൈഡുകളോ അല്ലെങ്കിൽ നോൺ ഓക്സൈഡ്സ് ലൈക്ക് കാർബൈഡ്സ്, നൈട്രൈഡ്സ് ഒക്കെ റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില മെറ്റൽസ് ഇപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് ഗ്രേറ്റർ ദാൻ 1850 ഡിഗ്രി സെൽഷ്യസ്, 1850 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ഉള്ള ചില മെറ്റൽസ് ലൈക്ക് നിയോബിയം, ക്രോമിയം, സിർക്കോണിയം, ടങ്സ്റ്റൺ, റീനിയം, ടെൻഡാലം, അതും ഈ കാറ്റഗറീസിലുള്ള മെറ്റൽസും റിഫ്രാക്ടറീസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ റിഫ്രാക്ടറി മെറ്റീരിയൽസ് സാധാരണ ഫർണസസ്, ഇൻസിനറേറ്റേഴ്സ്, കിൻസ്, അതുപോലെ റിയാക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഈ റിഫ്രാക്ടറീസ് ഇതിൻ്റെ ഒപ്പം തന്നെ ക്രൂസിബിൾസ് ഉണ്ടാക്കാൻ, അതുപോലെ മോൾഡ്സ്, ഇപ്പോൾ ഗ്ലാസിൻ്റെ കാസ്റ്റിങ്ങിനൊക്കെ, ഗ്ലാസിൻ്റെ മാനുഫാക്ചറിലൊക്കെ മോൾഡുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മോൾഡുകൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെറ്റൽസ് ഉണ്ടാക്കാനുള്ള മോൾഡ്സ് ആയിട്ട്, ആൻഡ് ഫോർ സർഫസിങ് ഫ്ലെയിം ഡിറ്റക്ടർ സിസ്റ്റംസ് ഫോർ റോക്കറ്റ് ലോഞ്ച് സ്ട്രക്ചേഴ്സ്. അപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചറിലെ ഫ്ലെയിം ഡിഫ്ലക്ടർ സിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ ആ ലോഞ്ചിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയ മെറ്റീരിയൽസാണ് ഇത്തരം പർപ്പസുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഹീറ്റ് അപ്ലൈ ചെയ്താൽ ഇതൊന്നും ഡീകമ്പോസിഷൻ നടക്കാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ ഇക്കാലത്ത് അയേൺ, സ്റ്റീൽ ഇൻഡസ്ട്രി, അതുപോലെ മെറ്റൽ കാസ്റ്റിംഗ് സെക്ടറൊക്കെ ഏകദേശം 70% ഓൾ റിഫ്രാക്ടറീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന റിഫ്രാക്ടറീസിൻ്റെ ഒരു 70% ഇത്തരത്തിലുള്ള അയേൺ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, അതുപോലെ മെറ്റൽ കാസ്റ്റിംഗ് സെക്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്രാക്ടറി മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ചാൽ, ദേ ഷുഡ് ബി കെമിക്കലി ആൻഡ് ഫിസിക്കലി സ്റ്റേബിൾ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചേഴ്സിൽ അത് ഫിസിക്കലിയും കെമിക്കലൊക്കെ വളരെയധികം സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് എവിടെയാണോ അത് യൂസ് ചെയ്യുന്നത് ആ അറ്റ്മോസ്ഫിയറിൽ അത് റെസിസ്റ്റൻ്റ് ആയിരിക്കണം ഇതിന്, തെർമൽ ഷോക്കിന്. എന്തെങ്കിലും തെർമൽ ഷോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനായിട്ട് പാടില്ല. സോ ദേ മസ്റ്റ് ബി റെസിസ്റ്റൻറ്റ് ടു തെർമൽ ഷോക്ക്, ആൻഡ് ദേ ഷുഡ് ബി കെമിക്കലി ഇനേർട്ട്, ആൻഡ് ദേ ഷുഡ് ഹാവ് സ്പെസിഫിക് റേഞ്ചസ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വൈഡ്ലായിട്ട് മാറാനായിട്ട് പാടില്ല. അതുപോലെ കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെ പ്രോപ്പർട്ടീസൊന്നും മാറാനായിട്ട് പാടില്ല. അതുപോലെ തെർമൽ ഷോക്കിന് അതൊക്കെ റെസിസ്റ്റൻറ്റും ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസാണ് പൊതുവേ റിഫ്രാക്ടറി മെറ്റീരിയൽസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. ഇനി ഈ റിഫ്രാക്ടറി മെറ്റീരിയൽസ് യൂസ്ഫുൾ ആണ്. നമ്മൾ കുറേ യൂസ്ഫുൾ കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് സെർവ്സ് ആസ് എ തെർമൽ ബാരിയർ ബിറ്റ്വീൻ എ ഹോട്ട് മീഡിയം ആൻഡ് ദ വാൾ ഓഫ് എ കണ്ടെയ്നിങ് വെസൽ. അതായത് സാധാരണ റിയാക്ഷൻസിലൊക്കെ ഇത് തെർമൽ ബാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു റിയാക്ഷൻ വെസൽ നടക്കുന്ന ഒരു മീഡിയം ഉണ്ടെന്ന് വിചാരിക്കുക, അതും ഇപ്പോഴത്തെ ഒരു ഹോട്ട് മീഡിയം കൂടി ഉണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു ബാരിയറായിട്ട് പലപ്പോഴും റിഫ്രാക്ടറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ സ്ട്രെസ്സസും ഒക്കെ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും.
സോ ആൻഡ് പ്രിവെൻറ്റിംഗ് ഇറോഷൻ ഓഫ് വെസൽ വാൾസ് ഡ്യൂ ടു ഹോട്ട് മീഡിയം. അതായത് കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമുള്ള റിയാക്ഷൻ കണ്ടീഷൻസിൽ നമ്മൾ എടുക്കുന്ന വെസൽസ് ഉണ്ടല്ലോ, ആ വെസൽസിന് ഇറോഷൻ നടക്കാൻ വെസൽസിന് കേടുപാടുകൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഹോട്ട് മീഡിയ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇറോഷൻ ഓഫ് വെസൽ വാൾസ് ഒക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള റിഫ്രാക്ടറി മെറ്റീരിയൽസ് പ്രിവെൻറ്റ് ചെയ്യും. അതിനാണ് അത് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഒരു തെർമൽ ബാരിയർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. അതുപോലെ ഇത് കൊറോഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തെർമൽ ഇൻസുലേഷൻ അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ അഡ്വാൻറ്റേജസിൻ്റെ കൂടെ തന്നെ ഇതിന് റിഫ്രാക്ടറീസിനൊക്കെ മൾട്ടിപ്പിൾ യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് മെറ്റലർജി ഇൻഡസ്ട്രിയിലെ റിഫ്രാക്ടറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ ഫർണസസ്, കിൻസ്, റിയാക്ടേഴ്സ് അതൊക്കെ ലൈൻ ചെയ്യാനായിട്ട് പിന്നീട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞു അതർ വെസൽസ് വിച്ച് ഹോൾഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഹോട്ട്സ് മീഡിയംസ് സച്ച് ആസ് ദ മെറ്റൽ ആൻഡ് സ്ലാഗ്. അപ്പോൾ അത്തരത്തിലെ ഹോട്ട് മീഡിയംസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല റിയാക്ഷൻസിലും ഇത്തരത്തിലുള്ള റിഫ്രാക്റ്റീവ് മെറ്റീരിയൽസ് അത് ബാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Then, refractories have other high temperature applications such as fired heaters, hydrogen reformers, ammonia primary and secondary reformers, cracking furnaces, utility boilers, catalytic cracking units, എയർ ഹീറ്റേഴ്സ്, സൾഫർ ഫർണസസ്. അപ്പോൾ അങ്ങനെ ധാരാളം ഹീറ്റേഴ്സിലും ഫർണസസുകളിലും അതുപോലെ കാറ്റലിറ്റിക് ക്രാക്കിംഗ് യൂണിറ്റ്സിലും ബോയിലേഴ്സിലും ഒക്കെ റിഫ്രാക്ടറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിഫ്രാക്ടറി മെറ്റീരിയൽസ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് രണ്ട് കാറ്റഗറീസ് റിഫ്രാക്ടറി മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് കാർബൈഡ്സ്. കാർബൈഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഒരു കാർബൈഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഡിസ്ക്രൈബ്സ് എ കോമ്പൗണ്ട് കമ്പോസ്ഡ് ഓഫ് കാർബൺ ആൻഡ് എ മെറ്റൽ. അപ്പോൾ കാർബൺ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, കാർബണും ഉണ്ട്, ഒരു കാർബൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു കാർബണും ഉണ്ട്, മെറ്റലും ഉണ്ട്. ഇപ്പോൾ സാധാരണ മെറ്റലർജിയിലെ ഗ്രൂപ്പ് 4, 5, 6 ആ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെയൊക്കെ കാർബൈഡ്സ് സാധാരണ ഫോം ചെയ്യാറുണ്ട്. എന്നാൽ അതിലൊരു ക്രോമിയം എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ 4, 5, 6 ട്രാൻസിഷൻ മെറ്റൽസ് കാർബൈഡ്സ് മിക്കതും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർബൈഡ്സിന് മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ചിലത് റിഫ്രാക്ടറി ആണ്. മാത്രമല്ല അത് ഒരു റേഞ്ച് ഓഫ് സ്റ്റോഷിയോമെട്രീസ് അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് നോൺ സ്റ്റോഷിയോമെട്രിക് മിക്സ്ചറാണ് ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചാൽ ക്രിസ്റ്റൽ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ടൈറ്റാനിയം കാർബൈഡ്. ടൈറ്റാനിയം കാർബൈഡും ടങ്സ്റ്റൺ കാർബൈഡും ഒക്കെ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാധാരണ ഇപ്പോൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള ടൂൾസിൽ മെറ്റൽസിൻ്റെ കോട്ടിംഗ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം യൂസ് ചെയ്യുന്നതാണ് ടൈറ്റാനിയം കാർബൈഡ്. അപ്പോൾ ഇതാണ് കാർബൈഡ്സിൻ്റെ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാർബൈഡ്. നമുക്ക് കാർബൈഡ്സ് എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി അല്ലേ കാർബൈഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും പഠിക്കാൻ പറ്റില്ല. ജനറലായിട്ട് 2-3 നമുക്ക് കാണാം, അതേ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങളുടെ സിലബസിൽ ഇന്ന കാർബൈഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാർബൈഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിലിക്കൺ കാർബൈഡ്, SiC. അതിനെ കാർബോറാൻഡം എന്നും പറയുന്നുണ്ട്. അതൊരു സെമി കണ്ടക്ടർ കണ്ടെയ്നിങ് സിലിക്കൺ ആൻഡ് കാർബൺ ആണ്. അത് നേച്ചറിൽ ഒക്കോർ ചെയ്യുന്നുണ്ട്. എക്സ്ട്രീംലി റെയർ മിനറൽ മൊയ്സാനൈറ്റ് എന്ന് പറയും. അതാണ് സിലിക്കൺ കാർബൈഡിൻ്റെ മിനറൽ. പിന്നെ സിലിക്കൺ കാർബൈഡ് ഏകദേശം 250 ക്രിസ്റ്റലൈൻ ഫോംസിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൽഫ സിലിക്കൺ കാർബൈഡ് എന്ന് പറയും. അതാണ് ഏറ്റവും കോമൺലി ആയിട്ടുള്ള എൻകൗണ്ടേർഡ് പോളിമോർഫ്. അത് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1700 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനൊരു ഹെക്സഗണൽ സ്ട്രക്ചറാണ്. ഏകദേശം വുഡ് സൈറ്റിൻ്റെ ഒക്കെ സിമിലർ ആയിട്ട് വരും. അതുപോലെ ആൽഫ സിലിക്കൺ കാർബൈഡ് പോലെ തന്നെ ബീറ്റ മോഡിഫിക്കേഷനും ഉണ്ട്, ബീറ്റ സിലിക്കൺ കാർബൈഡും ഉണ്ട്. അതിനാണെങ്കിൽ ഒരു സിംഗിൾ ബ്ലെൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാക്കുക, ലൈക്ക് ദാറ്റ് ഓഫ് എ ഡയമണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ടെമ്പറേച്ചേഴ്സ് ബിലോ 1700 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതാണ് സിലിക്കൺ കാർബൈഡ്. ആൽഫ സിലിക്കൺ കാർബൈഡും ഉണ്ട്, അതിനെ ഹെക്സഗണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. അതുപോലെ ബീറ്റ സിലിക്കൺ കാർബൈഡ് ഉണ്ട്, അതിനെ സിംഗിൾ ബ്ലെൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചറുമാണ്. ഇനി ഒരു സിലിക്കൺ കാർബൈഡിൻ്റെ ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ നമുക്ക് കാണാം. സിലിക്കൺ കാർബൈഡ് സാധാരണ ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എക്സൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പ്യുവർ സിലിക്ക സാൻഡ് ഉണ്ടല്ലോ,
അതായത് സിലിക്കൺ ഡയോക്സൈഡ്, അതും ഫൈൻലി ഗ്രൗണ്ട് ആയിട്ടുള്ള കോക്കും കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് അത് ഹൈ ടെമ്പറേച്ചറിൽ ഒരു സിലിക്കൺ ഫർണസ്, ഒരു വെരി ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഇലക്ട്രിക് ഫർണസിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാവുന്നു? സിലിക്കൺ കാർബൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ പ്യുവർ സിലിക്ക സാൻഡ്, അതായത് സിലിക്കൺ ഡയോക്സൈഡും അതുപോലെ ഫൈനലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കോക്ക്, അതായത് കാർബൺ, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെരി ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് ഒരു ഇലക്ട്രിക് ഫർണസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സിലിക്കൺ കാർബൈഡും കാർബൺ മോണോക്സൈഡും കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സിലിക്കൺ കാർബൈഡിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കിയെന്ന് വെച്ചാൽ, അത് അബ്രസീവായിട്ട് കട്ടിംഗ് ടൂൾസ് അതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പോപ്പുലർ അബ്രസീവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കട്ടിങ്ങിനൊക്കെ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഈ സിലിക്കൺ കാർബൈഡ്. കാരണം എന്താ വെച്ചാൽ അത് നല്ല കുറേ കാലം അത് നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിന് ലോ കോസ്റ്റും ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇത് നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ മെഷീനിങ് പ്രോസസ്സ് സച്ച് ആസ് ഗ്രൈൻഡിങ്, ഹോണിങ്, അതുപോലെ വാട്ടർ ജെറ്റ് കട്ടിങ്, സാൻഡ് ബ്ലാസ്റ്റിംഗ്, അത്തരത്തിലുള്ള പർപ്പസുകൾക്കൊക്കെ ഇതിൻ്റെ ഹാർഡ്നെസ് കാരണം ഇത് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി ആസ് എൻ അബ്രസീവ് ആൻഡ് കട്ടിംഗ് ടൂൾസ്. പിന്നെ രണ്ടാമത്തത് സ്ട്രക്ചറൽ മെറ്റീരിയലായിട്ട്, ഇപ്പോൾ സിലിക്കൺ കാർബൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു സപ്പോർട്ട് ആൻഡ് ഷെൽവിങ് മെറ്റീരിയലാണ് അറ്റ് ഹൈ ടെമ്പറേച്ചർ കീൻസ്. അതായത് ഫയറിംഗ് സിറാമിക്സ്, അതുപോലെ ഗ്ലാസ് ഫ്യൂസിങ്, അതുപോലെ ഗ്ലാസ് കാസ്റ്റിംഗ്, അതിലൊക്കെ വെരി ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടായിട്ടുള്ള സാധനമാണ് ഈ സിലിക്കൺ കാർബൈഡ്. സിലിക്കൺ കാർബൈഡിൻ്റെ കിൻ ഷെൽഫ്സ് ഒക്കെ കൺസിഡറബിളി ലൈറ്റർ ആണ്, മാത്രമല്ല കൂടുതൽ ഡ്യൂറബിൾ ആണ് വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് അലൂമിനിയം ഷെൽഫ്സ്. അപ്പോൾ അതുകൊണ്ട് സിലിക്കൺ കാർബൈഡ് സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആയിട്ട് ഹൈ ടെമ്പറേച്ചറിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കും. മാത്രമല്ല അത് വളരെ ലൈറ്ററും ഡ്യൂറബിളും ഒക്കെയാണ്. അതുകൊണ്ട് ധാരാളം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ദെൻ ഓട്ടോമൊബൈൽ പാർട്സ്, അതായത് സിലിക്കൺ ഇൻഫിൽട്രേറ്റഡ് carbon composite is used for high performance ceramic brake discs as they are able to withstand extreme temperature. അപ്പോൾ സിറാമിക് ബ്രേക്ക് ഡിസ്കുകളിലെ, അതായത് ഓട്ടോമൊബൈൽ പാർട്സിലാണല്ലോ ബ്രേക്സ് ഒക്കെ ഉണ്ടാവുക, അതിൽ സിറാമിക് ബ്രേക്ക് ഡിസ്ക്സ് ആയിട്ട് സിലിക്കൺ കോപ്പറേറ്റ് ചെയ്ത കോമ്പോസിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിന് എക്സ്ട്രീം ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള കേപ്പബിലിറ്റി കൊണ്ട് തന്നെയാണ്. അതുപോലെ സിലിക്കൺ കാർബൈഡ് ഇപ്പോൾ ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റേഴ്സിലൊക്കെ സിൻഡേർഡ് ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ഒരു ഓയിൽ അഡിറ്റീവ് കൂടിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ക്യാൻ റിഡ്യൂസ് ഫ്രിക്ഷൻ, എമിഷൻസ് ആൻഡ് ഹാർമോണിക്സ്. അതിന് ഫ്രിക്ഷനൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നത് കൊണ്ട് അതിനൊരു ഓയിൽ അഡിറ്റീവായിട്ടും ഈ സിലിക്കൺ കാർബൈഡ് ഓട്ടോമൊബൈൽ പാർട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു ആപ്ലിക്കേഷനാണ് ഫൗണ്ടറി ക്രൂസിബിൾസ്. അതായത് സിലിക്കൺ കാർബൈഡ് ക്രൂസിബിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ഹോൾഡിംഗ് മെൽറ്റിംഗ് മെറ്റൽ ഇൻ സ്മോൾ ആൻഡ് ലാർജ് ഫൗണ്ടറി ആപ്ലിക്കേഷൻസ്. അതായത് ക്രൂസിബിൾസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ധാരാളം സ്മോളും ലാർജും ആപ്ലിക്കേഷൻസിലൊക്കെ ഇത്തരത്തിലുള്ള സിലിക്കൺ കാർബൈഡ് ഫൗണ്ടറി ക്രൂസിബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് പവർ ഇലക്ട്രോണിക് ഡിവൈസ്. ഇപ്പോൾ സിലിക്കൺ കാർബൈഡ് എന്ന് പറഞ്ഞ സെമി കണ്ടക്ടറാണ്. റിസർച്ചിലൊക്കെ അത് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏർലി മാസ് പ്രൊഡക്ഷൻ പ്രൊവൈഡിങ് അഡ്വാൻറ്റേജസ് ഫോർ ഫാസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ഓർ ഹൈ വോൾട്ടേജ് ഡിവൈസസ്. അപ്പോൾ അത്തരത്തിൽ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടത്, അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തിക്കേണ്ടത്, അതുപോലെ ഹൈ വോൾട്ടേജിനെ ഡീൽ ചെയ്യേണ്ട ഡിവൈസസ്, അത്തരത്തിലുള്ള പവർ ഇലക്ട്രോണിക് ഡിവൈസസിലും സിലിക്കൺ കാർബൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു ആപ്ലിക്കേഷനാണ് LEDs. നമുക്കറിയാം ഇലക്ട്രോലൂമിനസൻസ് എന്ന് പറഞ്ഞ ഫിനോമിനൻ 1907 ഡിസ്കവർ ചെയ്യുന്നത്. അത് ഡിസ്കവർ ചെയ്യുമ്പോൾ യൂസ് ചെയ്തത് സിലിക്കൺ കാർബൈഡ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ആയിട്ടുള്ള LED ഉണ്ടാക്കിയത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ സിലിക്കൺ കാർബൈഡ്. സിലിക്കൺ കാർബൈഡിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് കമേഴ്ഷ്യൽ LEDs were മെയ്ഡ്. സിലിക്കൺ കാർബൈഡ് ആയിരുന്നു അത്തരത്തിലുള്ള LEDs ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ കൂടെ വേറെ ആപ്ലിക്കേഷൻസ്, ധാരാളം ആപ്ലിക്കേഷൻസ് കാണാൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈ ടെമ്പറേച്ചേഴ്സിൽ സിലിക്കൺ കാർബൈഡ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെറ്റാലിക് ഹീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെൽറ്റിംഗ് ഓഫ് ഗ്ലാസ്, അതുപോലെ നോൺ ഫെറസ് മെറ്റൽ, ദെൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റൽസ്, ഫ്ലോട്ട് ഗ്ലാസ് പ്രൊഡക്ഷൻ ഓഫ് സിറാമിക്സ് ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസ്. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മിക്ക ആപ്ലിക്കേഷൻസിലും ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആയിട്ട് സിലിക്കൺ കാർബൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റീൽ പ്രൊഡക്ഷൻ,
അതായത് സിലിക്കൺ കാർബൈഡാണ് സാധാരണ ബേസിക് ഓക്സിജൻ ഫർണസിൽ ഡിസോൾവ് ചെയ്തിട്ട് സ്റ്റീല് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവലാണ് സിലിക്കൺ കാർബൈഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജ്വല്ലറിയിലെ അതായത് ജ്വല്ലറിയിൽ യൂസ് ചെയ്യുന്ന ഒരു ജെം സ്റ്റോൺ ആണ് ശരിക്കും പറഞ്ഞാൽ സിലിക്കൺ കാർബൈഡ്. അതിനെ സിന്തറ്റിക് മൊയ്സാനൈറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മിനറൽ മൊയ്സാനൈറ്റ് ആണല്ലോ അതിൻ്റെ മിനറൽ നെയിം. ഈ മൊയ്സാനൈറ്റ് എന്ന് പറയുന്ന ഡയമണ്ടിനോട് പല റെസ്പെക്ട്സിലും സിമിലർ ആണ്. അതുകൊണ്ട് ഇത് ധാരാളമായിട്ട് ജ്വല്ലറി ആപ്ലിക്കേഷൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലിക്കൺ കാർബൈഡിൻ്റെ അബ്രസീവ് യൂസസ് എന്ന് പറയുന്നത് അബ്രസീവ് ആൻഡ് കട്ടിംഗ് ടൂൾസ്, സ്ട്രക്ചറൽ മെറ്റീരിയൽ, ഓട്ടോമൊബൈൽ പാർട്സ്, ഫൗണ്ടറി ക്രൂസിബിൾസ്, പവർ ഇലക്ട്രോണിക് ഡിവൈസസ്, LEDs, ഹീറ്റിംഗ് എലമെൻറ്റ്സ്, ദെൻ സ്റ്റീൽ പ്രൊഡക്ഷൻ ആൻഡ് ജ്വല്ലറി. അപ്പോൾ അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് സിലിക്കൺ കാർബൈഡിനുള്ളത്. നമുക്ക് വേറൊരു കാർബൈഡും കൂടിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം, കാൽഷ്യം കാർബൈഡ്. അപ്പോൾ കാൽഷ്യം കാർബൈഡ് അതിൻ്റെ ഫോർമുല CaC2 ആണ്. കമേഴ്ഷ്യലി കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നു. അത് റിലേറ്റീവ്ലി വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിൽ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് കാൽഷ്യം ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ മെഗ്നീഷ്യം ആയിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഓക്സൈഡ്സ് ആയിരിക്കും. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് അതിൻ്റെ പ്യുവർ ഫോമിലാണെങ്കിൽ അതൊരു കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണ്. അതിനൊരു റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ് റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവുക. അപ്പോൾ സാധാരണ നോർമൽ കാൽഷ്യം കാർബൈഡ് ആണെങ്കിൽ അത് കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. പക്ഷെ അതിന് ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറിലെ റെയർ ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ജസ്റ്റ് കാണാം. അപ്പോൾ കാൽഷ്യം കാർബൈഡ് നമുക്ക് ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇലക്ട്രിക് ആർക്ക് ഫർണസിലാണ് ഉണ്ടാക്കുന്നത്. ഫ്രം എ മിക്സ്ചർ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കോക്ക് അറ്റ് അപ്രോക്സിമേറ്റ്ലി 2000 ഡിഗ്രി സെൽഷ്യസ്. കാൽഷ്യം കാർബണേറ്റും കോക്കും കൂടിയിട്ട് 2000 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് കാൽഷ്യം കാർബൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് 2000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം. അപ്പോൾ ഇത്തരത്തിൽ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യാനായിട്ട് ട്രഡീഷണൽ മെത്തേഡ്സ്, കമ്പസ്റ്റൻ മെത്തേഡ്സ് വഴി എളുപ്പമല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ ഒരു ഇലക്ട്രിക് ആർക്ക് ഫർണസിൽ വെച്ചിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡ്സ് ഒക്കെ ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ്. അപ്പം അങ്ങനെ കാർബൈഡ് പ്രോഡക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ഏകദേശം 80 to 85% കാൽഷ്യം കാർബൈഡ് ആണ് ബൈ വെയിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാർബൈഡ് ക്രഷ് ചെയ്തിട്ട് സ്മോൾ ലംസ് ആക്കി മാറ്റുന്നുണ്ട്, ഫ്യൂ മില്ലിമീറ്റേഴ്സ് വലുപ്പമുള്ളത്, അപ് ടു 50 millimeter വരെ. പിന്നീട് ഇത് ഇമ്പ്യൂരിറ്റീസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ഫൈനർ ഫ്രാക്ഷൻസ്. അപ്പോൾ കാൽഷ്യം കാർബൈഡ് കണ്ടന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് അസൈഡ് ബൈ മെഷറിംഗ് ദ എമൗണ്ട് ഓഫ് അസറ്റ്ലീൻ പ്രൊഡ്യൂസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻ നടന്നതിന് ശേഷം ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന അസറ്റ്ലീൻ്റെ അതിൻ്റെ എമൗണ്ടിൽ നിന്നാണ് എത്രമാത്രം കാൽഷ്യം കാർബൈഡ് ഫോം ചെയ്തു എന്ന് പറയുന്നത്. അതൊന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാൽഷ്യം കാർബൈഡ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയ ഫോർമുല എന്താണ്, ദെൻ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഓർത്ത് വയ്ക്കുക. അതായത് കാൽഷ്യം കാർബണേറ്റും കോക്കും കൂടിയിട്ട് 2000 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കാൽഷ്യം കാർബൈഡ് ഉണ്ടാവുന്നത്. ഇനി നെക്സ്റ്റ് കാൽഷ്യം കാർബൈഡിൻ്റെ യൂസസ് ആണ്. ഇപ്പോൾ സാധാരണ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡും അസറ്റ്ലീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് PVC, അതായത് പോളിവിനൈൽ ക്ലോറൈഡ്. ബിക്കോസ് ദ അസറ്റ്ലീൻ, ദ ഡെറിവേറ്റീവ് ഓഫ് കാൽഷ്യം കാർബൈഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ റോ മെറ്റീരിയൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് PVC. ഇപ്പോൾ കാൽഷ്യം കാർബൈഡിൽ നിന്നാണ് നമുക്ക് അസറ്റ്ലീൻ കിട്ടുന്നത്. ആ അസറ്റ്ലീൻ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കാൽഷ്യം സൈനാമൈഡ്. അതുപോലെ കാൽഷ്യം സൈനാമൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് സൾഫർ ഫ്രം അയേൺ. അയേണിൽ നിന്ന് സൾഫർ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് റിമൂവൽ ഓഫ് സൾഫർ ഫ്രം ദ മെറ്റീരിയൽ, ആ അയേണിൽ നിന്ന് സൾഫർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഡീസൾഫ്യൂറൈസേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ലാംപ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കാർബൈഡ് ലാംപ്സ് ആയിട്ട്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ അത് ഒരു ഹെഡ്ലൈറ്റ്സ് ആയിട്ട് ഓട്ടോമൊബൈൽസിലൊക്കെ ഈ കാൽഷ്യം കാർബൈഡിൻ്റെ ലാംപ്സ് യൂസ് ചെയ്തിരുന്നു. വിളക്കുകളായിട്ട് അങ്ങനെ ഓട്ടോമൊബൈൽസിലുള്ള ഹെഡ്ലൈറ്റ്സ് ഒക്കെ ആയിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്നതാണ് കാൽഷ്യം കാർബൈഡ്. ഓക്കെ, ദെൻ ഇൻ അഡീഷൻ ടു ദിസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റൈപ്പനിങ് ഏജൻറ്റ് ലൈക്ക് എത്തിലീൻ. അത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരിക്കും ഇല്ലേ. അത് എത്തിലീൻ്റെ പോലെ ഒരു റൈപ്പനിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബാംബു കാനോൺസ് ആസ് വെൽ ആസ് ബിഗ് ബാങ് കാനോൺസ്. ബാംബു കാനോൺസിലൊക്കെ ജസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ അതൊരു ഡീഓക്സിഡൈസർ ആണ്. അപ്പോൾ ഇത് ഓക്സിജൻ്റെ റിമൂവൽ, അതായത് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ളൊരു പ്രോസസ്സാണ് അതൊന്ന് ഓക്സിജൻ്റെ റിമൂവൽ. ആ റിമൂവലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാൽഷ്യം കാർബൈഡാണ്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ ഡീഓക്സിഡൈസർ. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ കാർബൈഡ്സിൽ 2 എണ്ണമാണ് ഉള്ളത്, കാൽഷ്യം കാർബൈഡ്, ദെൻ സിലിക്കൺ കാർബൈഡ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ബോറൈഡ്സ്. അപ്പോൾ ബോറൈഡ്സ് നമുക്ക് മെയിൻലി 3 എണ്ണമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈറ്റാനിയം ഡൈബോറൈഡ്, സിർക്കോണിയം ഡൈബോറൈഡ് ആൻഡ് ഹാഫ്നിയം ഡൈബോറൈഡ്. അപ്പോൾ ഈ ബോറൈഡ്സും ധാരാളമായിട്ട് റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. 2 കാറ്റഗറിയാണ് റിഫ്രാക്ടറി മെറ്റീരിയൽസിൽ പഠിക്കുന്നത്, കാർബൈഡ്സും ബോറൈഡ്സും. കാർബൈഡ്സിൽ 2 എണ്ണം നമ്മൾ കണ്ടു, സിലിക്കൺ കാർബൈഡും കാൽഷ്യം കാർബൈഡും. ദെൻ ബോറൈഡ്സിലെ ടൈറ്റാനിയം ഡൈബോറൈഡും സിർക്കോണിയം ഡൈബോറൈഡും ഹാഫ്നിയം ഡൈബോറൈഡും. അപ്പോൾ ഒരു ബോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ടാണ്. എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ബോറോണും അതുപോലെ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിലിക്കൺ ബോറൈഡ് അല്ലേ, അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബോറൈഡ്സിനൊക്കെ വെരി ലാർജ് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആയിട്ട് അതിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ആർ ജനറലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ആർ കോവാലൻറ്റ് മോർ ദാൻ അയോണിക് ഇൻ നേച്ചർ. കൂടുതൽ അത് കോവാലൻറ്റ് ക്യാരക്ടറാണ് ഉള്ളത്. Some borides exhibit very useful physical properties. The main group metals, that is the lanthanides and actinides, form a variety of boron-rich borides. They are mostly stable and refractory. ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഒക്കെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ബോറോൺ റിച്ച് ബോറൈഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മിക്കതും സ്റ്റേബിളും ആണ്, അതുപോലെ റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡൈബോറൈഡ് ആണ്, TiB2. ടൈറ്റാനിയം ഡൈബോറൈഡ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹാർഡ് ആയിട്ടുള്ള ഒരു സിറാമിക് ആണ്. അതിന് എക്സലൻറ്റ് ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ട്, അതുപോലെ ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി ഉണ്ട്, ദെൻ വെയർ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ടൈറ്റാനിയം ഡൈബോറൈഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടറൊക്കെ ആയിട്ട് ധാരാളം ഒരു റീസണബിൾ ആയിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടറായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈറ്റാനിയം ഡൈബോറൈഡ് ഡസ് നോട്ട് ഒക്കൂർ നാച്ചുറലി ഇൻ ദ എർത്ത്. അത് സാധാരണ നാച്ചുറലി അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെക്സഗണൽ. ഇനി ടൈറ്റാനിയം ഡൈബോറൈഡ് ഉണ്ടാക്കാനായിട്ട് വളരെയധികം മെത്തേഡ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ നെറ്റൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു പ്രിപ്പറേഷനാണ് യൂസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. That is the solvothermal reaction in benzene of metallic sodium with amorphous boron powder and titanium tetrachloride at 400 degrees Celsius. 400 ഡിഗ്രി സെൽഷ്യസിലെ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡും അതുപോലെ അമോർഫസ് ആയിട്ടുള്ള ബോറോൺ പൗഡറും അതുപോലെ മെറ്റാലിക് സോഡിയം കൂടി ബെൻസീനിൽ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടൈറ്റാനിയം ഡൈബോറൈഡും ഉണ്ടാവുന്നു, സോഡിയം ക്ലോറൈഡും ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞു ധാരാളം യൂസസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് യൂസസ് എന്തുകൊണ്ടാണ്? അതിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതുപോലെ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. സാധാരണ അത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആർമർ, അതുപോലെ കട്ടിംഗ് ടൂൾസിൽ ഉപയോഗിക്കുന്നുണ്ട്, അബ്രസീവ്സ് ആയിട്ട്, അതുപോലെ ക്രൂസിബിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ന്യൂട്രോൺ അബ്സോർബേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വെയർ റെസിസ്റ്റൻറ്റ് കോട്ടിങ്സ് ഒക്കെ ആയിട്ട് ടൈറ്റാനിയം ഡൈബോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ടൈറ്റാനിയം ഡൈബോറൈഡ് എക്സ്റ്റെൻസീവ്ലി ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇവാപ്രേഷൻ ബോർഡ്സ് ഫോർ വാക്വം കോട്ടിംഗ് ഓഫ് അലുമിനിയം. വാക്വം കോട്ടിംഗ് ഓഫ് അലുമിനിയത്തിലെ വേപ്പർ കോട്ടിംഗ് അലുമിനിയത്തിൻ്റെ വേപ്പർ കോട്ടിങ്ങിൽ ഇത് ഇവാപ്രേഷനുള്ള ചില ഒരു പ്രോസസ്സുകൾ ഇൻഡ്യൂസ് ചെയ്യിക്കാനും ടൈറ്റാനിയം ഡൈബോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ tin films of titanium diboride can be used to provide wear and corrosion resistance to a cheap and a tough substrate. അതായത് ഈ ടൈറ്റാനിയം ഡൈബോറൈഡിൻ്റെ ഒരു തിൻ ഫിലിം അത് കൊറോഷൻ റെസിസ്റ്റൻസും അതുപോലെ വെയർ റെസിസ്റ്റൻസും ഒക്കെ ആയിട്ടുള്ള ടഫ് സബ്സ്ട്രേറ്റ്സ് ഉണ്ടാക്കാനായിട്ടും ഒരു ഫിലിമായിട്ട് കൊടുക്കാൻ അത്തരത്തിലുള്ള സബ്സ്ട്രേറ്റ്സിലെ ഒരു ഫിലിമായിട്ട് ഈ ടൈറ്റാനിയം ഡൈബോറൈഡ് യൂസ് ചെയ്യുന്നതോടുകൂടി അത് വെയർ റെസിസ്റ്റൻറ്റും കൊറോഷൻ റെസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് മാറാനുള്ള ഒരു അഡ്വാൻറ്റേജും ഈ ടൈറ്റാനിയം ഡൈബോറൈഡിന് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ടൈറ്റാനിയം ഡൈബോറൈഡ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ പ്രിപ്പറേഷൻ, ദെൻ ഇറ്റ്സ് യൂസസ്. ദെൻ സെക്കൻഡ് വണ്ണാണ് ബോറൈഡ്സിലെ രണ്ടാമത്തത് ഡിസ്കസ് ചെയ്യുന്നതാണ് സിർക്കോണിയം ഡൈബോറൈഡ്. സിർക്കോണിയം ഡൈബോറൈഡ് ZrB2 എന്ന് പറയും. അത് ഹൈലി കോവലൻ്റ് ആയിട്ടുള്ള റിഫ്രാക്ടറി സെറാമിക് മെറ്റീരിയൽ ആണ്. അതിന് ഹെക്സഗണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഉണ്ടാവുന്നത്. അതൊരു അൾട്രാ ഹൈ ടെമ്പറേച്ചർ സെറാമിക് ആണെന്ന് പറയാം. അൾട്രാ ഹൈ ടെമ്പറേച്ചർ സിറാമിക്, അതിനാണ് UHTC എന്ന് പറയുന്നത്. UHTC അൾട്രാ ഹൈ ടെമ്പറേച്ചർ സിറാമിക്.
അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം 3246 ആണ്. ദെൻ പ്രിപ്പറേഷൻ അത് ധാരാളം മെത്തേഡ്സ് ഉണ്ട് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിക്കേഴ്സർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ZrO2ഉം B2O3യും ദെൻ മെഗ്നീഷ്യം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ സിർക്കോണിയം ഡൈബോറൈഡും മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡും കൂടി ഉണ്ടാവുന്നു. ഇതിൽ ഈ പ്രിക്കേഴ്സർ മെറ്റീരിയൽസ് ഒക്കെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് സിർക്കോണിയം ഡൈബോറൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എങ്ങനെയാണ്? ZrO2 + B2O3 + 5 mg gives ZrB2 + 5 mgO. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സിർക്കോണിയം ഡൈബോറൈഡും മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡും കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആ പ്രിപ്പറേഷനിൽ അല്ലേ? അതെന്തിനാണ്? ഇൻ ഓർഡർ ടു അലോ ഫോർ ആസിഡ് ലീച്ചിങ് ഓഫ് അൺവാണ്ടഡ് ഓക്സൈഡ് പ്രോഡക്ട്സ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഓക്സൈഡ് പ്രോഡക്ട്സ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ആസിഡ് ലീച്ചിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഗ്നീഷ്യം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റോഷിയോമെട്രിക് എക്സസസ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് ബോറോൺ ട്രയോക്സൈഡ് ആർ ഓഫൺ required during metallothermic reductions in order to consume or available ZrO2. നമ്മുടെ റിയാക്റ്റൻ്റ് ആണ് ZrO2 അല്ലേ? അപ്പോൾ ആ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ZrO2 സിർക്കോണിയം ഡയോക്സൈഡിനെയും കൺസ്യൂം ചെയ്യാനായിട്ടും നമ്മൾ സ്റ്റോഷിയോമെട്രിക് എക്സസ് mgയും അതുപോലെ B2O3യും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ കൂടുതൽ എഫിഷ്യൻസിയോട് കൂടി എടുക്കുന്ന റിയാക്ടൻസിൻ്റെ അത്ര തന്നെ പ്രോഡക്ട്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ മെഗ്നീഷ്യത്തിനെയും B2O3നെയും ആഡ് ചെയ്യുന്നത്. ദെൻ സിർക്കോണിയം ഡൈബോറൈഡിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? അത് ഹൈലി കോവലൻ്റ് ആയിട്ടുള്ള റിഫ്രാക്ടറി സിറാമിക് മെറ്റീരിയൽ ആണ്. അതിൻ്റെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ സിർക്കോണിയം ഡൈബോറൈഡ് ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ കൺട്രോൾ റോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും സിർക്കോണിയം ഡൈബോറൈഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റിഫ്രാക്ടറി മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ കൺട്രോൾ റോഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. നെക്സ്റ്റ് വരുന്നതാണ് ഹാഫ്നിയം ഡൈബോറൈഡ്. അപ്പോൾ ഹാഫ്നിയം ഡൈബോറൈഡ് എന്ന് പറയുന്നത് ഒരു അൺയൂഷ്വൽ സിറാമിക് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ്. ഓക്കെ, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. Then properties it shares with the isostructural titanium diboride and zirconium diboride. അതായത് ഈ ഹാഫ്നിയം ഡൈബോറൈഡിന് ഹെക്സഗണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഉള്ളത്. അപ്പോൾ ഹെക്സഗണൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാവുന്ന ടൈറ്റാനിയം ഡൈബോറൈഡിൻ്റെയും സിർക്കോണിയം ഡൈബോറൈഡിൻ്റെയും അത് തന്നെ പോലത്തെ പ്രോപ്പർട്ടീസാണ് ഹാഫ്നിയം ഡൈബോറൈഡും മെയിൻലി എക്സിബിറ്റ് ചെയ്യാറുള്ളത്. ഇനി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ്നിയത്തിൻ്റെ ഓക്സൈഡ് അതെടുക്കുക, എന്നിട്ട് അതിനെ സോഡിയം ബോറോഹൈഡ്രൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യുക. ഏകദേശം ടെമ്പറേച്ചർ 700 to 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഹാഫ്നിയം ബോറൈഡും ഉണ്ടാവും, സോഡിയം ഉണ്ടാവും, ദെൻ NaBO2 ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും. ഇതാണ് മെയിനായിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ചോദിക്കില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ റിഫ്രാക്ടറി ബോറൈഡ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ഒരു ബോറൈഡിൻ്റെ പ്രിപ്പറേഷനും യൂസസും എഴുതാനായിരിക്കാം ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കുറേ എണ്ണം, ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നോക്കി വേറെ ഏതെങ്കിലും പ്രിപ്പറേഷൻ പഠിക്കാം, ഇഷ്ടമുള്ളത് പഠിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരെണ്ണെങ്കിലും എല്ലാത്തിൻ്റെയും പഠിച്ചു വെച്ചിരിക്കണം, ഒരു പ്രിപ്പറേഷനെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ HFO2ഉം ദെൻ 3 NaBH4ഉം കൂടി 700 to 900 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ HFB2ഉം 2Na-യും NaBO2ഉം 6H2ഉം ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന HFB2ൻ്റെ നാനോ ക്രിസ്റ്റൽസ് റോസ് ലൈക്ക് മോർഫോളജി ആണെന്നാണ് പറയുന്നത്. റോസിൻ്റെ പോലത്തെ മോർഫോളജി ഉള്ള ഹാഫ്നിയം ഡൈബോറൈഡ് ക്രിസ്റ്റൽസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. മാത്രമല്ല 700 to 900 ഡിഗ്രി സെൽഷ്യസ് അപ്ലൈ ചെയ്യുന്നുണ്ട് അണ്ടർ ആർഗൺ ഫ്ലോ. ആർഗൺ ഗ്യാസിൻ്റെ ഫ്ലോവിൻ്റെ പ്രസൻസിലാണ് 700 to 900 ഡിഗ്രി സെൽഷ്യസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാഫ്നിയം ഡൈബോറൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് എന്താണ്? ഇപ്പോൾ ഹാഫ്നിയം ഡൈബോറൈഡ് ഈസ് ഓൾസോ ഇൻവെസ്റ്റിഗേറ്റഡ് ആസ് എ പോസിബിൾ ന്യൂ മെറ്റീരിയൽ ഫോർ ന്യൂക്ലിയർ റിയാക്ടർ കൺട്രോൾ റോഡ്സ്. നേരത്തെ പറഞ്ഞ സിർക്കോണിയം ഡൈബോറൈഡിൻ്റെ പോലെ തന്നെ ഹാഫ്നിയം ഡൈബോറൈഡും ന്യൂക്ലിയർ റിയാക്ടേഴ്സിലെ കൺട്രോൾ റോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Then it is also being investigated as a microchip diffusion barrier. അതായത് മൈക്രോ ചിപ്സിലൊക്കെ അത് ഡിഫ്യൂഷൻ ബാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ് ആണ്. ധാരാളം അങ്ങനത്തെ ആപ്ലിക്കേഷൻസും ഹാഫ്നിയം ഡൈബോറൈഡിന് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസ് നിങ്ങൾ വേറെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനിയും വേറെ കാണാം. അപ്പോൾ നിങ്ങൾ പല പല ടെക്സ്റ്റ് ബുക്സ് വായിക്കുക, മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പല പല ടെക്സ്റ്റുകൾ റെഫർ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്, അതായത് കാർബൈഡ്സ് എന്ന് പറയുമ്പോൾ ധാരാളം കാർബൈഡ്സ് ഉണ്ടാവാം. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കാൽഷ്യം കാർബൈഡും സിലിക്കൺ കാർബൈഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ബോറൈഡ്സ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാവാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ് ടൈറ്റാനിയം ഡൈബോറൈഡ്, സിർക്കോണിയം ഡൈബോറൈഡ്, ദെൻ ഹാഫ്നിയം ഡൈബോറൈഡ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ.